ഏത് സമരമുഖത്താണ് പത്മജ വേണുഗോപാൽ ഉണ്ടായിരുന്നത്? അല്ലെങ്കിൽ ഏത് വലിയ പ്രക്ഷോഭമാണ് പത്മജയുടെ അക്കൗണ്ടിൽ നമുക്ക് ചേർക്കാൻ കഴിയുക? കേരളം സൃഷ്ടിച്ച ഏറ്റവും വലിയ കോൺഗ്രസ് നേതാവിന്റെ മകൾ ബി.ജെ.പിയിലേക്ക് ഒരു ഉപാധികളും ഇല്ലാതെ പോകുന്നു. ഈ കോൺഗ്രസിന് എന്ത് വിശ്വാസത്തിലാണ് നിങ്ങൾ വോട്ട് ചെയ്യുന്നത്? ആ കോൺഗ്രസിന് വോട്ട് ചെയ്ത് അയാളെ വിജയിപ്പിച്ചാൽ, ആ സ്ഥാനാർത്ഥിയെ അല്ലെങ്കിൽ അയാളെ അല്ലെങ്കിൽ അവരെ വിജയിപ്പിച്ചാൽ നാളെ അവർ ഈ കോൺഗ്രസിൽ തന്നെ ഉണ്ടാകും എന്നതിന് എന്താണ് ഉറപ്പ്? സ്വാഗതം ഇൻസൈറ്റിലേക്ക് ഒരിക്കൽ കൂടി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കേരളത്തിലെ കോൺഗ്രസിൻ്റെ സമുന്നത നേതാവായിരുന്ന കെ കരുണാകരൻ്റെ മകൾ പത്മജ വേണുഗോപാൽ ബി.ജെ.പിയിൽ ചേരുന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. അത് അവർ തന്നെ സ്ഥിരീകരിച്ചിരിക്കുന്നു. അവർ ഇന്ന് വൈകിട്ട് ബി.ജെ.പി അംഗത്വം സ്വീകരിക്കും എന്നാണ് അവർ തന്നെ അറിയിച്ചിരിക്കുന്നത്. കേരളത്തിലെ കോൺഗ്രസ്സിന് എത്രത്തോളം വലിയ ആഘാതമാണ് ഈ തീരുമാനം എന്നുള്ള ഒരു ചോദ്യമുണ്ട്. പത്മജ വേണുഗോപാൽ ഒരിക്കൽ മൂന്തപുരത്ത് നിന്ന് ലോക്സഭയിലേക്ക് മത്സരിച്ചതാണ് കോൺഗ്രസ് ടിക്കറ്റിൽ. പിന്നീട് 2016-ലും 2021-ലും തൃശ്ശൂർ നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് നിയമസഭയിലേക്ക് മത്സരിച്ചതാണ്. മൂന്നിടത്തും പരാജയമായിരുന്നു. പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ച് കെ കരുണാകരൻ്റെ മകൾ, എ കെ ആന്റണിയുടെ മകന് പിന്നാലെ കെ കരുണാകരൻ്റെ മകൾ ബി.ജെ.പിയിലേക്ക് പോകുന്നു എന്നുള്ളത് വലിയ ആഘാതമായി മാറും എന്നുള്ളത് തർക്കമില്ലാത്ത സംഗതിയാണ്. പക്ഷേ ആഘാതം എത്രത്തോളം എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഇൻസൈറ്റിൽ നമുക്കൊപ്പം ഉള്ളത് ശ്രീ ജോർജ് പൊടിപ്പാറയാണ്. കേരളത്തിലെ സീനിയറായ ജേർണലിസ്റ്റുകളിൽ ഒരാളാണ് അദ്ദേഹം. സ്വാഗതം ഇൻസൈറ്റിലേക്ക്. താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? ഇപ്പോൾ പത്മജയെ സംബന്ധിച്ച് പത്മജ KPCCയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നു. 3 തവണ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുണ്ട്. 1 തവണ ലോക്സഭയിലേക്കും 2 തവണ നിയമസഭയിലേക്കും. അതിനപ്പുറത്ത് കോൺഗ്രസിൻ്റെ താഴെത്തട്ടിലുള്ള അണികളുമായി അത്രത്തോളം ബന്ധം, ഇപ്പോൾ കെ മുരളീധരനൊക്കെയുള്ള ബന്ധം പത്മജയ്ക്കില്ല എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഈ പത്മജയുടെ ബി.ജെ.പി പ്രവേശം കോൺഗ്രസ്സിന് അത്രമേൽ വലിയൊരു പ്രഹരമുണ്ടാക്കുമോ? ഇവിടെ നമ്മൾ ഇത് 2 രീതിയിൽ കാണേണ്ടതുണ്ട്. ഒന്ന്, പത്മജ വേണുഗോപാൽ എന്ന് പറയുന്നത് ഒരു ചെറിയ മീനല്ല. നമ്മളത് അംഗീകരിച്ചേ പറ്റൂ. അത് പത്മജ എന്ന് പറയുന്ന ആ വ്യക്തിയുടെ ഒരു പ്രഭാവമോ അല്ലെങ്കിൽ പത്മജ വേണുഗോപാലിന്റെ ജനസ്വാധീനമോ പത്മജ വേണുഗോപാലിന്റെ രാഷ്ട്രീയ പ്രസക്തിയോ ഒരു നേതാവ് എന്നുള്ള നിലയ്ക്കുള്ള അവരുടെ ജനസ്വാധീനമോ ഒക്കെ ഘടകങ്ങളാണ്. പക്ഷെ അതിനപ്പുറത്തുള്ളൊരു ഘടകം എന്ന് പറയുന്നത് അവരാരുടെ മകളാണ് എന്നതാണ്. സാക്ഷാൽ കോൺഗ്രസ് പ്രവർത്തകർക്ക് അല്ലെങ്കിൽ കേരളത്തിലെ കോൺഗ്രസിന് ഒറ്റ ലീഡറേ ഉള്ളൂ. അത് ലീഡർ ശ്രീ കെ കരുണാകരനാണ്. ആ കെ കരുണാകരന്റെ മകൾ ആയ പത്മജ വേണുഗോപാൽ കോൺഗ്രസ് പ്രസ്ഥാനം വിട്ട് ബി.ജെ.പിയിലേക്ക് പോകുമ്പോഴാണ് അതിന് രാഷ്ട്രീയ പ്രസക്തിയും രാഷ്ട്രീയ പ്രാധാന്യവും വരുന്നത്. അത് ഒരു ഘടകം. രണ്ടാമത്തെ ഘടകം, പത്മജ വേണുഗോപാൽ എന്ന് പറയുന്ന ലീഡർ കെ കരുണാകരന്റെ മകൾ 1 വട്ടം മുകുന്ദപുരത്ത് നിന്ന് ലോക്സഭയിലേക്ക്, 2 വട്ടം തൃശ്ശൂരിൽ നിന്ന് നിയമസഭയിലേക്ക്, നിലവിൽ കോൺഗ്രസിന്റെ സംസ്ഥാനത്തെ രാഷ്ട്രീയകാര്യ സമിതി അംഗം, മുൻ KTDC ചെയർപേഴ്സൺ, ഇങ്ങനെ ഒട്ടേറെ നിലകളിൽ പാർട്ടിയിൽ പല സ്ഥാനമാനങ്ങൾ വഹിക്കുകയും പല അവസരങ്ങൾ ലഭിക്കുകയും ചെയ്ത പത്മജ വേണുഗോപാലിനെ പോലെ ഒരാൾ ഇപ്പോ അവരുടെ സഹോദരൻ കെ മുരളീധരൻ കേരളത്തിൽ തന്നെ ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു ലോക്സഭാ പോരാട്ടത്തിന് നിൽക്കുന്ന ഘട്ടം, അതും വടകര പോലുള്ള ഒരു മണ്ഡലത്തിൽ ഏറ്റവും ജനപ്രീതിയുള്ള ശൈലജ ടീച്ചർക്കെതിരെ UDFന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ഒരു നിർണായക പോരാട്ടം നടക്കുന്ന ഘട്ടത്തിൽ പത്മജ വേണുഗോപാൽ കോൺഗ്രസ് വിട്ട് ബി.ജെ.പിയിലേക്ക് പോകുന്നു. ഒരുപക്ഷെ ഇടതുമുന്നണി വല്ലാതെ പ്രതിരോധത്തിൽ നിൽക്കുന്ന ഒരു സമയമാണ്. നമുക്കറിയാം ഒട്ടേറെ വിഷയങ്ങൾ, മുഖ്യമന്ത്രിയും മകളും അടങ്ങുന്ന ആ കുടുംബം ഒന്നടങ്കം ആരോപണങ്ങളുടെ ശരശയ്യയിൽ നിൽക്കുന്നു. അതുപോലെ തന്നെ മാസപ്പടി വിവാദത്തിന്റെ പേരിൽ SFIയുടെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നു. മറുവശത്ത് വന്യമൃഗ ശല്യത്തിന്റെ പേരിൽ ജനങ്ങൾ വലിയ തോതിൽ തെരുവിലിറങ്ങി ജീവൻ മരണ പോരാട്ടം നടന്നു. അവിടെ സർക്കാരിനെതിരെ പല സഭാ അധ്യക്ഷന്മാരുടെയും ഞങ്ങൾ ഭരണം കൈയാളിക്കോളാം എന്ന രീതിയിലേക്ക് വരെ കടന്ന പ്രസ്താവനകൾ പുറത്തു വരുന്നു. ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയിൽപ്പെട്ട് ഈ സർക്കാർ ഉഴലുന്നു. സർക്കാർ ജീവനക്കാരുടെ ശമ്പളവും പെൻഷനും പോലും ചരിത്രത്തിൽ ആദ്യമായിട്ട് മുടങ്ങുന്നു. 21% DA കുടിശ്ശിക, ക്ഷേമ പെൻഷനുകൾ കഴിഞ്ഞ 6 മാസമായിട്ട് കൊടുക്കാൻ കഴിയുന്നില്ല. കേന്ദ്രവുമായിട്ടുള്ള സമരം അല്ലെങ്കിൽ കേന്ദ്രവുമായിട്ടുള്ള നിയമയുദ്ധത്തിലേക്ക് വരെ കാര്യങ്ങൾ പോകും.
ഗവർണർ സർക്കാർ പോരാട്ടം സകല സീമകളും ലംഘിച്ച് തുറന്ന തെരുവ് പോരായിട്ട് വളരുന്ന കാഴ്ച നമ്മൾ കാണാം. അങ്ങനെ ഏതർത്ഥത്തിൽ നോക്കിയാലും ഒരു സർക്കാർ ഇതപര്യന്തം കേരളത്തിൽ ഒരു സർക്കാരും നേരിടാത്ത അത്രയും വലിയ പ്രതിരോധത്തിൽ നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ ഒരുപക്ഷെ എന്താ പറയാ, ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ആത്മവിശ്വാസം ഉണ്ടാകാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് കോൺഗ്രസിന് അകത്തുനിന്ന് തന്നെ ഏറ്റവും വലിയൊരു വടി കൊടുക്കുന്നത്. അനിൽ ആന്റണി എന്ന് പറയുന്ന AK ആന്റണിയുടെ മകൻ പോയപ്പോൾ കോൺഗ്രസിന് ഇത്രമേൽ അലോസരപ്പെടേണ്ട കാര്യമില്ലായിരുന്നു. അയാൾ പോയ സമയം ഇത്രമേൽ നിർണായകമല്ല. രണ്ടാമത് അയാൾ പാർട്ടിക്കകത്ത് വഹിച്ചിരുന്ന പദവി എന്ന് പറയുന്നത് ഒരു IT സെല്ലിന്റെ ചുമതലക്കാരൻ മാത്രമായിരുന്നു. അല്ലാതെ പാർട്ടി പദവികളോ പാർട്ടി ഉത്തരവാദിത്തങ്ങളോ തെരഞ്ഞെടുപ്പ് മത്സരങ്ങളോ ഒന്നും ഇല്ലാത്ത ഒരു നവാഗതനായ വളരെ ഫ്രഷ് ആയിട്ടുള്ള ഒരാൾ. AK ആന്റണിയുടെ മകൻ എന്നതിനപ്പുറത്ത് ആ മനുഷ്യന് വലിയ അനിൽ ആന്റണിക്ക് വലിയ രാഷ്ട്രീയ പ്രസക്തിയൊന്നുമില്ലായിരുന്നു. പക്ഷെ പത്മജ വേണുഗോപാൽ താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കെ മുരളീധരന്റെ ഒരു സ്റ്റാച്ചർ ഒന്നും അവർക്ക് അവകാശപ്പെടാനില്ല. കെ മുരളീധരനെ പോലെ ഒരു ക്രൗഡ് പുള്ളർ അല്ല. കെ മുരളീധരനെ പോലെ ഒരു ക്രൈസിസ് മാനേജർ അല്ല. ഏറ്റവും നിർണായകമായ പാർട്ടി ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള തെരഞ്ഞെടുപ്പുകളെ നേരിടുന്ന ഘട്ടത്തിൽ ഒരു എന്താ പറയാ ഒരു ആ ഘട്ടത്തിൽ പാർട്ടിയുടെ രക്ഷകനായി പല മണ്ഡലങ്ങളിലും വട്ടിയൂർക്കാവ് അടക്കമുള്ള പല മണ്ഡലങ്ങളിലും വന്ന് നിന്ന് പാർട്ടിയുടെ അഭിമാന പോരാട്ടങ്ങൾ ഏറ്റെടുത്ത് വിജയിച്ചിട്ടുള്ള കെ മുരളീധരനായിട്ടൊന്നും പത്മജ വേണുഗോപാലിനെ താരതമ്യപ്പെടുത്താൻ പറ്റില്ല. ജനസ്വാധീനത്തിന്റെ കാര്യത്തിലായാലും ശരി, ഒരു വാഗ്മി എന്നുള്ള നിലയിൽ ഇതൊന്നും പത്മജ വേണുഗോപാലും കെ മുരളീധരനും തമ്മിൽ സമാനതകളില്ല, അല്ലെങ്കിൽ അവർ തമ്മിൽ ഒരു ത്രാസിൽ വെച്ച് നമുക്ക് തൂക്കം നോക്കാനേ പറ്റില്ല. പക്ഷെ പത്മജ വേണുഗോപാൽ കെ കരുണാകരന്റെ മകളാണ്. അവർക്ക് തൃശ്ശൂരും എറണാകുളത്തും ഒക്കെ അത്യാവശ്യം സ്വാധീനമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പാർട്ടി അവർക്ക് സ്ഥാനങ്ങൾ കൊടുത്തിരുന്നത്. പക്ഷെ ഇപ്പോ പത്മജ വേണുഗോപാൽ ഇത്രമാത്രം സ്ഥാനമാനങ്ങളൊക്കെ നേടിക്കഴിഞ്ഞിട്ടും ഇത്രയേറെ അവസരങ്ങൾ കിട്ടിക്കഴിഞ്ഞിട്ടും തൃശ്ശൂർ പോലുള്ള ഒരു മണ്ഡലത്തിൽ വളരെ അനുകൂലമായ സാഹചര്യത്തിൽ 2 തവണ മത്സരിച്ചിട്ടും പരാജയപ്പെട്ട വ്യക്തി എന്നത് അവരാ പാപഭാരം സ്വന്തം മനസാക്ഷിയിലേക്ക് അല്ലെങ്കിൽ സ്വന്തം ചുമലിലേക്ക് ഒട്ടും എടുക്കുന്നില്ല. അവരാ ഉത്തരവാദിത്വം മുഴുവൻ പാർട്ടിയുടെയും അവരെ കാലുവാരി തോൽപ്പിച്ചു എന്ന രീതിയിലൊക്കെയാണ് അവർ പറയുന്നത്. സാക്ഷാൽ ലോനപ്പൻ നമ്പാളനെതിരെ ലീഡർ കെ കരുണാകരൻ വലിയ മാർജിന് ജയിച്ചതിന്റെ തൊട്ടു പിന്നാലെ ലോനപ്പൻ നമ്പാടൻ എന്ന് പറയുന്ന താരതമ്യേന ദുർബലനായ സ്ഥാനാർത്ഥിക്കെതിരെ 1.5 ലക്ഷം വോട്ടിന് തോറ്റ പത്മജ വേണുഗോപാൽ അത് പാർട്ടിയുടെ കുഴപ്പം കൊണ്ടാണ് തോറ്റത്. തൃശ്ശൂരിൽ ബാലചന്ദ്രൻ എന്ന് പറയുന്ന കരുത്തനല്ലാത്ത CPI സ്ഥാനാർത്ഥിക്കെതിരെ അവർ തോറ്റത് ഒരുപക്ഷെ അവരുടെ നിർഭാഗ്യം കൊണ്ടാകാം. അവിടെ സുരേഷ് ഗോപിയെ പോലെ ഒരു സ്ഥാനാർത്ഥി അവിടെ മത്സരത്തിന് ഇറങ്ങിയത് അത് നമ്മൾ അംഗീകരിക്കണം. അതർവൈസ് അല്ലെങ്കിൽ ആ ഒരു ത്രികോണ പോരാട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നില്ലെങ്കിൽ പത്മജ വേണുഗോപാൽ തൃശ്ശൂരിൽ നിന്ന് കഴിഞ്ഞ തവണ 2021 നിസ്സംശയം ജയിക്കുമായിരുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. പക്ഷെ സമയം അവർക്ക് അനുകൂലമല്ലായിരുന്നു, സാഹചര്യങ്ങൾ അവർക്ക് പ്രതികൂലമായി ഭവിച്ചു. ഒപ്പം ഇതിനെയൊക്കെ മറികടന്ന് ജനവിശ്വാസം ആർജിച്ച് വോട്ടാക്കി മാറ്റാൻ അല്ലെങ്കിൽ വോട്ടർമാരെ തന്നിലേക്ക് ആവാഹിക്കാനുള്ള ഒരു കരിഷ്മ, അത്തരത്തിലുള്ള ഒരു പ്രതിച്ഛായ, അത്തരത്തിലുള്ള രാഷ്ട്രീയ വ്യക്തി പ്രഭാവം പത്മജ വേണുഗോപാലിന് ഇല്ല എന്നതാണ് വസ്തുത. അവർക്ക് ഒരേ ഒരു ഐഡന്റിറ്റിയേ ഉള്ളൂ, അത് ശ്രീ കെ കരുണാകരന്റെ മകളെന്ന ഐഡന്റിറ്റി മാത്രം. അതിനപ്പുറത്ത് ഒരു രാഷ്ട്രീയ വ്യക്തിത്വം എന്നുള്ള നിലയ്ക്ക് ഒരു രാഷ്ട്രീയക്കാരനെ വലിയ രാഷ്ട്രീയക്കാരനാക്കി മാറ്റുന്ന ഘടകങ്ങൾ, അതിനുള്ള ആ ഒരു സംഘടനാ വൈഭവമില്ല. അതുപോലെ ആളുകളെ ചേർത്ത് പിടിക്കാനുള്ള ഒരു വൈഭവമില്ല. അവർ നന്നായി പെരുമാറില്ല ഞാൻ പറയുന്നില്ല. പക്ഷെ ആളുകൾക്ക് ആവേശം കൊടുക്കുന്ന പ്രവർത്തകരെ ചേർത്ത് പിടിച്ച് അവരെ തനിക്ക് വേണ്ടി അത്രയേറെ ആത്മാർത്ഥമായിട്ട് സ്വയം മറന്ന് പണിയെടുക്കാൻ അല്ലെങ്കിൽ ആ രീതിയിൽ അവരെ വിജയിപ്പിക്കുന്നത് ഒരു വലിയ എന്താ പറയാ ടാസ്കാക്കി ആ ഒരു സമൂഹത്തെ ബോധ്യപ്പെടുത്തി ആ രീതിയിലുള്ള പോരാട്ടത്തിലേക്ക് കാര്യങ്ങളെ എത്തിക്കാനുള്ള ഒരു നേതൃപാഠവമോ വൈഭവമോ അതല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു ബോഡി ലാംഗ്വേജോ ആ രീതിയിലുള്ള ഒരു സ്റ്റാച്ചർ, ആ ഒരു കരിഷ്മ പത്മജ വേണുഗോപാൽ എന്ന നേതാവിനില്ല. പക്ഷെ അതുകൊണ്ട് തന്നെ അവർ പോയത് കൊണ്ട് പാർട്ടിക്ക് അത്രമേൽ വലിയ ആഘാതമൊന്നും സംഭവിക്കില്ല എന്ന് കരുതുന്ന ഒരാളാണ്. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ വലിയൊരു പ്രതിരോധത്തിൽ മറുപക്ഷം നിൽക്കുമ്പോൾ ഇത്രയും വലിയ നിർണായകമായ ഒരു ചരിത്ര പോരാട്ടത്തിന്റെ വക്കിൽ അവർക്ക് അങ്ങേയറ്റം താഴെ നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ അവർക്ക് കോൺഗ്രസിനെ അടിക്കാനുള്ള UDFനെ അറ്റാക്ക് ചെയ്യാനുള്ള അതിശക്തമായ ഒരു വടിയായി സ്വയം ഒരു എന്താ പറയാ ഒരു കോടാലിക്കൈയായി പത്മജ വേണുഗോപാൽ മാറുന്നു എന്നതാണ് ചരിത്രത്തിലെ ദുരന്തം. അതും കെ കരുണാകരന്റെ മകൾ.
കോൺഗ്രസ്സുകാർ ഇപ്പോഴും രാഷ്ട്രീയ ഭീഷ്മാചാര്യൻ എന്ന് വിശേഷിപ്പിക്കുന്ന കെ കരുണാകരന്റെ മകൾ ഇത്തരം ഒരു നിർണായക ഘട്ടത്തിൽ പാർട്ടിക്ക് ഏറ്റവും വലിയ പ്രഹരം പിന്നിൽ നിന്ന് കുത്തുക എന്നൊക്കെ നമ്മൾ പറയില്ലേ, ആ പിന്നിൽ നിന്നുള്ള കുത്തായിട്ട് വേണം ഇപ്പൊ പത്മജ എടുത്ത ആ നിലപാടിനെ കാണാൻ. അല്ലാതെ പത്മജയുടെ ഒരു തിരോധാനം അല്ലെങ്കിൽ പത്മജ പാർട്ടിയിൽ നിന്ന് വിടുന്നത് കൊണ്ട് പാർട്ടി അപ്പാടെ തകർന്നു പോകും, തളർന്നു പോകുമെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. അത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. ഇതൊരു പ്രചാരണോപാധിയാണ്. അതായത് ബി ജെ പിക്ക് കെ കരുണാകരൻ്റെ മകൾ ഇതാ ഞങ്ങളുടെ കൂടെ വന്നിരിക്കുന്നു. കെ കരുണാകരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസ്സിനെ 1969 അല്ലെങ്കിൽ 67 9 സീറ്റ് മാത്രമുണ്ടായിരുന്ന കോൺഗ്രസ്സിനെ വീണ്ടും അധികാരത്തിലെത്തിച്ച കെ കരുണാകരൻ എന്ന് പറയുന്ന, കോൺഗ്രസ്സുകാരുടെ ഭാഷയിൽ പറഞ്ഞാൽ താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഭീഷ്മാചാര്യനായ നേതാവ്, ആ നേതാവിൻ്റെ മകളിതാ ഞങ്ങളുടെ കൂടെ വന്നിരിക്കുന്നു എന്ന് ബി ജെ പിക്ക് അവകാശപ്പെടാം. സി പി എമ്മിനാകട്ടെ കോൺഗ്രസ്സിലുള്ള ആളുകൾ എപ്പോൾ വേണമെങ്കിൽ ബി ജെ പിയിലേക്ക് പോകാം എന്നുള്ള പ്രചാരണം കൂടുതൽ ഊർജിതമാക്കാൻ സാധിക്കുന്നൊരവസ്ഥ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതൊരു ക്രൈസിസ് ആണ് ബി ജെ പിയെ സംബന്ധിച്ച് എന്ന്, അല്ലെങ്കിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് എന്ന് നമ്മൾ കാണേണ്ടി വരില്ലേ? ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് തന്നെയാണ്. പത്മജ അത്രമേൽ വലിയൊരു എന്താ പറയാ അതിഗംഭീര അല്ലെങ്കിൽ മറ്റു പലരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത്ര വലിയൊരു നേതാവല്ല. അവരുടെ സ്വാധീന മേഖലകളൊക്കെ വളരെ ചെറുതുമാണ്. അവരങ്ങ് പോകുന്നതോടുകൂടി അടപടലം പാർട്ടി അവർക്കൊപ്പം പോകും. ഒരാളെങ്കിലും അവരെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്ന നമ്മൾ കാണുന്നില്ല. അവരോടൊപ്പം അവരുടെ കൂടെ ചേർന്ന് ബി ജെ പിയിലേക്ക് പോകാനോ അല്ലെങ്കിൽ പാർട്ടിയിൽ അവരുടെ കാര്യത്തിൽ പാർട്ടി നീതികേട് കാണിച്ചു, നന്ദികേട് കാണിച്ചു, അവർക്ക് പരിഗണന കൊടുത്തില്ല, അവര് ചെയ്തത് ശരിയാണ് എന്ന രീതിയിൽ ആരും പറയുന്നുമില്ല. പക്ഷെ അതല്ല അതിനകത്തെ പ്രശ്നം. ഈ സമയമാണ് ഏറ്റവും പ്രധാനം. ഏറ്റവും അനുകൂലമായ ഒരു സാഹചര്യത്തെ ഉപയോഗിക്കാൻ പാർട്ടിയോടൊപ്പം നിന്ന് അത് ഉപയോഗിച്ച് പാർട്ടിയുടെ നിലനിൽപ്പ് അല്ലെങ്കിൽ പാർട്ടിയുടെ ആ വിജയം ഉറപ്പാക്കേണ്ട ഒരു ഉത്തരവാദിത്വമുള്ള നേതാവ് അത്തരം ഒരു ഘട്ടത്തിൽ ആ കപ്പലിനെ മുക്കാൻ നിമിത്തമാകുന്നു എന്നതാണ് സങ്കടം. അവിടെയാണ് പത്മജ ഒരു യൂദാസ് ആകുന്നത് അല്ലെങ്കിൽ പത്മജ ഒരു കോടാലിക്കൈ ആകുന്നു എന്ന് ഞാൻ പറയുന്നത്. ഇവിടെ പ്രശ്നം എന്താ? ഇപ്പോ CPM കുറെ കാലമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന മുഖ്യമായ ഒരു ആരോപണം, ഈ കോൺഗ്രസിന് എന്ത് വിശ്വാസത്തിലാണ് നിങ്ങൾ വോട്ട് ചെയ്യുന്നത്? ആ കോൺഗ്രസിന് വോട്ട് ചെയ്ത് അയാളെ വിജയിപ്പിച്ചാൽ, ആ സ്ഥാനാർത്ഥിയെ അല്ലെങ്കിൽ അയാളെ അല്ലെങ്കിൽ അവരെ വിജയിപ്പിച്ചാൽ നാളെ അവർ ഈ കോൺഗ്രസിൽ തന്നെ ഉണ്ടാകും എന്നതിന് എന്താണ് ഉറപ്പ്? കഴിഞ്ഞ ദിവസം ഒരു ചർച്ചയിൽ ഒരു നേതാവ് പറഞ്ഞതാണ്, ഞാൻ പങ്കെടുത്തൊരു ചർച്ചയിൽ പറഞ്ഞതാണ്, ഒരു പ്രമുഖ നേതാവ് പറഞ്ഞത്, കോൺഗ്രസ്സുകാരുടെ എല്ലാം കഴുത്തിൽ BJPയുടെ റേഡിയോ കോളർ ഉണ്ടെന്നാ പറയുന്നത്. അത് ഇട്ടുകൊണ്ടാണ് കോൺഗ്രസ്സുകാർ നടക്കുന്നത് അല്ലെങ്കിൽ കോൺഗ്രസ്സുകാർ മത്സരിക്കാൻ വരുന്നത്. ഇവരെങ്ങനെ വിശ്വസിക്കും? ഇവർ നാളെ കോൺഗ്രസ് വിട്ട് BJPയിൽ പോകുന്നില്ല എന്ന് എന്താണ് ഉറപ്പ്? അവർക്ക് എന്തിന് വോട്ട് ചെയ്യണം? മറിച്ച് ഞങ്ങൾ മറുവശത്തുണ്ട് ആന കുത്തിയാലും ഇളകാത്ത ആത്മാർത്ഥതയുമായിട്ട് BJP വിരുദ്ധതയുടെ ചാമ്പ്യന്മാരായി ഫാസിസ്റ്റ് വിരുദ്ധ ശക്തികൾക്കെതിരെയുള്ള പോരാട്ടത്തിന്റെ കുന്തമനകളായി ഞങ്ങളുള്ളപ്പോൾ എന്തിന് കോൺഗ്രസിന് വോട്ട് ചെയ്യണം? കോൺഗ്രസിന് എന്ത് വിശ്വസിച്ച് വോട്ട് ചെയ്യും എന്നുള്ള ചോദ്യത്തിന് എങ്ങനെ മറുപടി പറയും? പ്രത്യേകിച്ച് അനിൽ ആന്റണി പോകുന്നു, AK ആന്റണിയുടെ മകൻ പോലും BJPയിലേക്ക് പോകുന്നു. ഇപ്പൊ ഇതാ കെ കരുണാകരന്റെ മകൾ പോലും BJPയിലേക്ക് പോകും. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ എന്തിന് വോട്ട് ചെയ്യണം? ഇവരെ എങ്ങനെ വിശ്വസിക്കും? ഇവര് നാളെ ഇത് സത്യം പറഞ്ഞാൽ കോൺഗ്രസ് എന്ന് പറയുന്നത് അത് കേരളത്തിൽ മാത്രമല്ലല്ലോ, മഹാരാഷ്ട്രയില് അടിപടലം പോയിക്കൊണ്ടിരിക്കുക, മറ്റു പല സ്ഥലത്തും ആസാമിൽ പോകുന്നു, അങ്ങനെ എത്രയോ സ്ഥലത്ത്, ഹിമാചൽ പ്രദേശില് എങ്ങനെയെങ്കിലുമൊക്കെ ജയിച്ചു കയറുന്ന സംസ്ഥാനത്ത് പോലും ഒരു പ്രത്യേക ഘട്ടം വരുമ്പോൾ രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാനാണ് അവിടെയുള്ള MLA കൂട്ടുനിന്നത്. അപ്പോ ഈ രീതിയിൽ പോകുമ്പോൾ കോൺഗ്രസിന് മറുപടി പറയാനില്ലാത്ത അവസ്ഥ വരിക. ഒന്ന് ആലോചിച്ച് നോക്കി, ഇപ്പോ കേരളത്തിൽ നടക്കുന്നത് എന്താ? VD സതീശനും K സുധാകരനും അടക്കമുള്ളവർ അവരുടേതായ പ്രശ്നങ്ങൾ പാർട്ടിക്ക് ഉണ്ടാക്കുന്നുണ്ട്. പല വേദികളിലും അവർ തമ്മിലുള്ള പ്രശ്നം അത് പിന്നെ നിൽക്കട്ടെ. പക്ഷെ മറുവശത്ത് രാഹുൽ മാങ്കൂട്ടത്തിലിനെ പോലെയുള്ള യൂത്ത് കോൺഗ്രസ് നേതാക്കള്, അതുപോലെ തന്നെ നമ്മുടെ മൂവാറ്റുപുഴ MLA മാത്യു കുഴൽനാട് അടക്കമുള്ളവർ, മുഹമ്മദ് ഷിയാസ് അടക്കമുള്ളവർ സ്വന്തം ജീവൻ പോലും അപകടപ്പെടുത്തുന്ന രീതിയിൽ പോലീസുമായിട്ട് ഏറ്റുമുട്ടി ജനകീയ പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിച്ച് കേസുകൾക്ക് മേൽ കേസുകളുടെ കൂമ്പാരം ഏറ്റുവാങ്ങി ഏത് സമയത്തും ജയിലറകളിലേക്ക് പോകാവുന്ന രീതിയിലുള്ള പ്രക്ഷോഭങ്ങളുമായിട്ട് സർക്കാരിനെതിരെ തുറന്ന പോരാട്ടം നടത്തുമ്പോൾ മറുവശത്ത് അവരൊക്കെ അനുഭവിച്ചതിന്റെ എത്രയോ മടങ്ങ് സൗഭാഗ്യങ്ങള്, അവസരങ്ങള്, സാധ്യതകള്
പാർട്ടിയുടെ ഏറ്റവും വലിയ വേദിയായ രാഷ്ട്രീയകാര്യ സമിതി അംഗമായ പത്മജ വേണുഗോപാൽ, കേരളം സൃഷ്ടിച്ച ഏറ്റവും വലിയ കോൺഗ്രസ് നേതാവിന്റെ മകൾ BJPയിലേക്ക് ഒരു ഉപാധികളും ഇല്ലാതെ പോകുന്നു. നിരുപാധികം, ഉപാധികളില്ലാതെ നല്ല ഒരു ഉളുപ്പുമില്ലാതെ പോവുകയാണ്. ഞാൻ കോൺഗ്രസ്സുകാരനായിട്ടല്ല ഇത് സംസാരിക്കുന്നത്. പാർട്ടിയെ വിട്ടുപോകുന്ന ചില സമയങ്ങളുണ്ട്. ആ സമയത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ഇപ്പോ ആ സമയത്താണ് പത്മജ പാർട്ടിയെ കുത്തുന്നത്. അതും മർമ്മത്ത് കുത്തുകയാണ്. സ്റ്റാമ്പിംഗ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മാർക്ക് ആന്റണിയുടെ ആ സ്പീച്ച് പോലെ, അതായത് ബ്രൂട്ടസ് മാർക്ക് ആന്റണിയെ കൊല്ലുന്ന പോലെ. സത്യത്തിൽ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് കേരളത്തിൽ വളരെ അനുകൂലമായ, അത് അത്രയധികം സ്ഥലത്തൊന്നും അനുകൂലമായ സാഹചര്യങ്ങൾ ഇല്ല എന്ന് ആലോചിക്കണം. അങ്ങനെ സാധ്യതയുള്ള ഒരു സ്ഥലത്ത് ആ സാധ്യതകളുടെ കടക്കൽ കത്തിവെക്കുന്ന രീതിയിലാണ് പത്മജ വേണുഗോപാൽ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതും അവർക്ക് അവസരം കിട്ടിയില്ല, അവഗണിക്കപ്പെട്ടു എന്ന് അവരുടെ ഭർത്താവ് പറയുന്നു. സത്യം പറയുന്ന കെ മുരളീധരന്റെ വൈകാരികമായ പ്രതികരണമാണ് ഏറ്റവും പ്രധാനം. ചതിയാണിത്. ആ ചതി ചെയ്തത് എന്റെ സഹോദരിയാണെങ്കിൽ ആ സഹോദരിയുമായിട്ട് ഇനി എനിക്ക് ഒരു ബന്ധം ഇല്ല എന്ന് പറയുന്നു. അച്ഛന്റെ ആത്മാവ് പൊറുക്കില്ല, അച്ഛൻ ക്ഷമിക്കില്ല എന്ന് കരുണാകരൻ കെ മുരളീധരൻ പറയുമ്പോൾ അദ്ദേഹം പ്രയോഗിച്ചൊരു ഒരു വളരെ ആലോചനാമൃതത്വം ഉള്ളൊരു പ്രയോഗമുണ്ട്. വർക്ക് ഫ്രം ഹോമിലുള്ളവർക്ക് ഇതിൽ കൂടുതൽ എന്ത് കിട്ടണം? ഏത് സമരമുഖത്താണ് പത്മജ വേണുഗോപാൽ ഉണ്ടായിരുന്നത്? അല്ലെങ്കിൽ ഏത് വലിയ പ്രക്ഷോഭമാണ് പത്മജയുടെ അക്കൗണ്ടിൽ നമുക്ക് ചേർക്കാൻ കഴിയുക? എന്താണ് അവർക്ക് ആത്യന്തികമായിട്ട് കേരളത്തിലെ പാർട്ടിക്ക് കൊടുത്ത സംഭാവന? ഏത് ക്രൈസിസിലാണ് അവർ പാർട്ടിയുടെ താല്പര്യം ഉയർത്തിപ്പിടിച്ചത്, ഒരു ചാവേറായി സ്വയം അവതരിച്ചത്, അല്ലെങ്കിൽ ആ ഒരു നിന്നത്? കെ മുരളീധരൻ അത്തരം ഘട്ടങ്ങൾ ഒട്ടേറെയുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ ട്രാക്ക് റെക്കോർഡിൽ വേറെ അനുഫലിഷണീയമായി നമുക്ക് എടുത്ത് വേറെയും പല കാര്യങ്ങളുണ്ട്. അത്ര നല്ലതല്ലാത്ത ഘടകങ്ങളിൽ ഉണ്ട് എന്നുള്ളത് ഞാൻ അംഗീകരിക്കുന്നു. പക്ഷെ അതിനപ്പുറത്ത് ആ മനുഷ്യൻ പാർട്ടിക്ക് ഒരു അസറ്റാണ്. അങ്ങനെ ഒരു അസറ്റാകാൻ പത്മജ വേണുഗോപാലിന് കഴിഞ്ഞിട്ടില്ല. അവർ ഇതുവരെ നേടിയതെല്ലാം കെ കരുണാകരന്റെ മകളെന്ന് കെയർ ഓഫിൽ നേടിയിട്ടുള്ളതാണ്. എന്നിട്ട് അവർ സ്വയം പറയുന്നു തൃശ്ശൂരിൽ എന്നെ തോൽപ്പിച്ചത് പാർട്ടിയാണ്. കേരളത്തിലെ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും ആരെ സ്ഥാനാർത്ഥിയാക്കിയാലും കോൺഗ്രസിൽ ഒരു വിഭാഗം എപ്പോഴും അതിനെ എതിർക്കും. അവര് വിമത പ്രവർത്തനം നടത്തും, തോൽപ്പിക്കാൻ ശ്രമിക്കും. അതിനെ അതിജീവിച്ചുകൊണ്ടാണ് പലരും വിജയിച്ചു വരുന്നത്. അത് വിജയിക്കാൻ അവർക്ക് കഴിയാത്തത് എന്താ? അത് തൃശ്ശൂർ പോലുള്ള മണ്ഡലത്തില് ഇപ്പൊ ചാണ്ടിയുമ്മൻ പുതുപ്പള്ളിയില് 36,000 വോട്ടിന് ജയിച്ചു. സാക്ഷാൽ ഉമ്മൻചാണ്ടിയുടെ മകൻ. അവിടെയും പ്രതികൂല ഘടകങ്ങളൊക്കെ ഒത്തിരിയേറെ ഉണ്ടായിരുന്നു. എന്നിട്ടും അയാൾ തലക്കമാർന്ന് വിജയിച്ചില്ലേ? അതുപോലെ തന്നെ ജി കാർത്തികേയന്റെ മകൻ ശബരിനാഥ് ആ മണ്ഡലത്തില് അദ്ദേഹത്തിന്റെ മരണശേഷം നടന്ന ആദ്യ തെരഞ്ഞെടുപ്പില് വളരെ തലക്കമാർന്ന വിജയം കൈവരിച്ചില്ലേ? അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ അത് നേടാൻ പത്മജയ്ക്ക് മുകുന്ദപുരം പോലുള്ള വളരെ സുരക്ഷിതമായൊരു മണ്ഡലത്തില് തോൽക്കുന്നു. തൃശ്ശൂര് പോലെയുള്ള വളരെ അത്രത്തോളം പറയാൻ കഴിയില്ലെങ്കിലും കോൺഗ്രസിന് നല്ല റെക്കോർഡുള്ള, വിജയ സാധ്യത ഏറെയുള്ള, സാമാന്യേന സുരക്ഷിതമായ ഒരു മണ്ഡലത്തിൽ അവർ തുടർച്ചയായി തോൽക്കുന്നു. അതും അനുകൂല സാഹചര്യങ്ങൾ ഉള്ള അവസ്ഥയിൽ. അതിന് ആരെയാണ് അവർ പഴിക്കുന്നത്? എന്നിട്ട് ഭർത്താവ് പറയുകയാണ്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഇത് രാഷ്ട്രീയ കാരണങ്ങളല്ല. ഇത് കെ വി തോമസ് ചെയ്തതുപോലെയുള്ള ഏറ്റവും നന്ദികെട്ട ഒരു നടപടിയാണ്. ഇത്രമേൽ അവസരങ്ങള്, പദവികള്, ആനുകൂല്യങ്ങള്, സൗഭാഗ്യങ്ങള് ഒക്കെ അനുഭവിച്ച ശേഷവും എവിടെയെങ്കിലും ഒരു പോരായ്മ വരാം. അങ്ങനെയാണെങ്കിൽ ഒരു CPM-ലോ CPI-ലോ ഒക്കെ ആണെങ്കിൽ എന്ത് ചെയ്യും? 2 തവണയും കൂടുതൽ മത്സരിക്കാൻ അവസരമില്ല. 3-ാം തവണ ഏത് കൊലകൊമ്പനാണെങ്കിലും അവസരം കൊടുക്കില്ല ആ പാർട്ടികള്. അങ്ങനെയാണെങ്കിൽ ആ പാർട്ടികളിലുള്ളവർ എന്ത് ചെയ്യണം? അപ്പൊ ഈ കോൺഗ്രസിനകത്ത് എന്തുവാകാം, ഏത് സമയത്തും ഈ കപ്പൽ മുക്കാൻ ഒരു മടിയില്ല. മാത്രമല്ല CPM-ലാണെങ്കിൽ ഈ രീതിയിൽ ഇത്തരം നിർണായക ഘട്ടങ്ങൾ ഒരു നേതാവ് പാർട്ടി വിട്ടു പോയാൽ ആ നേതാവ് നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങൾ അവർക്ക് നല്ല ബോധ്യമുണ്ട്. പക്ഷെ കോൺഗ്രസിൽ അത്തരം പ്രശ്നങ്ങളില്ല. ആർക്ക് എന്ത് വേണമെങ്കിൽ ചെയ്യാം. എന്തൊക്കെ നേട്ടം ഉണ്ടാക്കിയവരാണെങ്കിലും അവർക്ക് ഇഷ്ടമില്ലാതെ വരുമ്പോ പാർട്ടിയെ ഒരു ഇതുമില്ലാതെ വഞ്ചിക്കാൻ അല്ലെങ്കിൽ ഒരു മനസാക്ഷി കുത്തില്ല. കഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പത്മജ ചെയ്തതിനേക്കാൾ കടുപ്പം അവരത് ചെയ്യാൻ തെരഞ്ഞെടുത്ത സമയമാണ്. എന്തുകൊണ്ട് പത്മജ ഇത് പറയുമ്പോൾ ഒരു കാര്യം അവരുന്നയിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2021 അവർക്ക് ജയിക്കാവുന്ന സാഹചര്യമുണ്ടായിരുന്നു. 2016 തോൽവിക്ക് ശേഷം അവർ തൃശ്ശൂരിൽ തന്നെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുകയായിരുന്നു. 2021 ജയിക്കാനുള്ള സാഹചര്യമുണ്ടായിരുന്നു. പക്ഷേ കോൺഗ്രസ്സുകാരാണ് തോൽപ്പിച്ചത്.
തൃശ്ശൂർ നമുക്കറിയാം കോൺഗ്രസ്സിന് ഏതാണ്ട് വിജയസാധ്യതയുള്ള ഒരു മണ്ഡലം തന്നെയാണ് തൃശ്ശൂർ. അപ്പോൾ അവിടെ തോൽപ്പിക്കപ്പെട്ടു, രണ്ടാമതും തോൽപ്പിക്കപ്പെട്ടു എന്നുള്ള പ്രശ്നം, ആ തോൽവിക്ക് കാരണമായ ആളുകളെക്കുറിച്ചുള്ള പരാതി പറഞ്ഞു, അത് കോൺഗ്രസ് നേതൃത്വം പരിഗണിച്ചില്ല. അവർക്ക് പിന്നീട് പുനഃസംഘടനയിൽ ഭാരവാഹിത്വം നൽകി. ഇതൊക്കെയാണ് അവരുടെ അലിഗേഷൻസ്. ഞാൻ ചോദിക്കുന്നത്, കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം വേണ്ട വിധത്തിൽ ഈ പരാതികൾ അഭിസംബോധന ചെയ്യാതിരുന്നതിൻ്റെ പ്രശ്നം, അല്ലെങ്കിൽ സംഘടനയ്ക്കുള്ളിൽ ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങളുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ് തിരുത്താത്ത പ്രശ്നം, അതൊരു പക്ഷേ ഇതിന് കാരണമായിട്ടുണ്ടോ? വേണമെങ്കിൽ നമുക്ക് അത് തത്വത്തിൽ അംഗീകരിക്കാം. കാരണം ഇവരിങ്ങനെ പരാതിപ്പെട്ടിരുന്നു. 2016 അവർ പ്രധാനമായിട്ടും തോക്ക് തിരിച്ചു വെച്ചത് തേറമ്പൽ രാമകൃഷ്ണനെതിരെയായിരുന്നു. അദ്ദേഹം അവർക്കെതിരെ വലിയ എന്താ പറയുക അടിവലികൾ നടത്തി, പല ഗൂഢാലോചന നടത്തി തോൽപ്പിച്ചു എന്ന് അന്ന് തൃശ്ശൂർക്കാരനായ എനിക്ക് അന്നത്തെ ആരോപണങ്ങൾ അറിയാം. അതിനേക്കാൾ അനുകൂല സാഹചര്യമായിരുന്നു 2021. കാരണം എതിരാളി VS സുനിൽകുമാർ ആയിരുന്നു 2016. പക്ഷെ 2021 ബാലചന്ദ്രനാണ്, CPIയുടെ നേതാവ് ബാലചന്ദ്രനാണ്. പക്ഷെ അന്ന് എല്ലാ അനുകൂല സാഹചര്യങ്ങളും പത്മജ കുറച്ച് ഹോംവർക്ക് ചെയ്തു. പത്മജ തൃശ്ശൂർ തമ്പടിച്ച് നന്നായി പ്രവർത്തിച്ചു. എല്ലാ ചടങ്ങുകളിലും അവരുണ്ടായിരുന്നു. അണികളെ കുറെ കൂടി ചേർത്ത് പിടിച്ചു. കുറച്ചുകൂടെ സിസ്റ്റമാറ്റിക് ആയിട്ട് വർക്ക് ചെയ്തു. അവര് നന്നായി പ്രവർത്തിച്ചില്ല എന്ന് പറയാൻ ഞാൻ ആളല്ല. അവര് അത്ര മോശപ്പെട്ട രീതിയിലായിരുന്നില്ല അവരുടെ ഒരു സുസംഘടിത രൂപമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നിർഭാഗ്യവശാൽ പത്മജയെ ചതിച്ചത് കോൺഗ്രസ് ആണോ സുരേഷ് ഗോപിയാണോ എന്നുള്ള ചോദ്യം പ്രസക്തമാണ്. അവിടെ സത്യത്തിൽ കേരളത്തിൽ മറ്റൊരു മണ്ഡലത്തിലും ഇല്ലാത്തതുപോലെ തൃശ്ശൂർ നിയമസഭാ മണ്ഡലത്തിൽ അതിശക്തമായ ത്രികോണ മത്സരമാണ് നടന്നത്. ഒരു 3 ശക്തികൾ, തുല്യ ശക്തികളായ 3 പേരുടെ വലിയ തീവ്ര പോരാട്ടമാണ് നടന്നത്. ആ പോരാട്ടത്തില് തൃശ്ശൂർ നഗരത്തിലെ വോട്ടുകൾ, നഗരസഭാ പരിധി അല്ലെ കോർപ്പറേഷൻ പരിധിയിൽ വരുന്ന ആ മണ്ഡലത്തിന്റെ ഭാഗങ്ങളിലൊക്കെ വോട്ടെണ്ണി കഴിയുമ്പോൾ പത്മജ മുമ്പിലായിരുന്നു. പക്ഷെ നിർഭാഗ്യവശാൽ കുറെ കൂടി CPM-ന് ഇടതുപക്ഷത്തിന് വേരോട്ടം കൂടുതലുള്ള കുറുക്കഞ്ചേരി പോലുള്ള ആ പരിസര പ്രദേശങ്ങൾ, എല്ലാ കാലത്തും ആ പ്രദേശങ്ങൾ ഇടതുപക്ഷത്തെ തുണയ്ക്കുന്ന പ്രദേശങ്ങളാണ്. ആ പ്രദേശങ്ങളിൽ വോട്ടെണ്ണിയപ്പോഴാണ് പത്മജ പുറകെ പോയത്. 900 വോട്ടിന് അവസാനം പരാജയം സമ്മതിക്കേണ്ടത്. അവിടെ പ്രശ്നങ്ങളുണ്ടാവും. ഒരു വിഭാഗം കോൺഗ്രസ്സുകാർ പത്മജയോട് വേണ്ട വിധത്തിൽ സഹകരിച്ചിട്ടുണ്ടാവില്ല. ഞാനത് അംഗീകരിക്കുന്നത്. എവിടെയാണ് ഇല്ലാത്തത്? ഏത് കോൺഗ്രസ്സുകാരനാണ് ഈ പ്രശ്നം നേരിടാത്തത്? പല കോൺഗ്രസ്സുകാരും ലാൻഡിങ് തൊട്ട് പ്രശ്നം നേരിടുക. ഇവിടെ ലാൻഡിങ് പ്രോബ്ലം ഉണ്ടായിരുന്നില്ല. 2016 അത് ഉണ്ടായിരുന്നെങ്കിൽ പോലും 2021 പത്മജ വേണുഗോപാലിന് തൃശ്ശൂരിൽ ഒരു ലാൻഡിങ് പ്രോബ്ലം ഉണ്ടായിരുന്നില്ല. അവർ തന്നെയായിരിക്കും സ്ഥാനാർത്ഥി എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായിരുന്നു. ആ യാഥാർത്ഥ്യം എല്ലാവരും അംഗീകരിക്കുകയും ചെയ്തതാണ്. കോൺഗ്രസ്സുകാരെല്ലാം, അതായത് അറിയപ്പെടുന്ന നേതാക്കളാരും വിമത പ്രവർത്തനം നടത്തിയതായിട്ട് എനിക്ക് അറിയില്ല. ഇനിയിപ്പോ വ്യക്തിപരമായിട്ട് അവരൊക്കെ ഏതെങ്കിലും രീതിയിലുള്ള വല്ല പണിയും ചെയ്തോ. ഏതായാലും 2016 പോലെ പരസ്യമായ എന്താ പറയാ പാലം വലിക്കൽ ഉണ്ടായില്ല എന്ന് കരുതുന്ന ഒരാളാണ്. പിന്നെ തോറ്റു കഴിഞ്ഞപ്പോൾ പത്മജ വേണുഗോപാൽ സ്വാഭാവികമായിട്ടും ചില അതായത് ഐഡന്റിഫൈ ചെയ്ത് അവർക്കെതിരെ പരാതി കൊടുത്തു. അവർക്കെതിരെ അന്വേഷണം നടന്നു. ആ അന്വേഷണത്തിൽ പൂർണ്ണമായിട്ടല്ലെങ്കിലും ചെറിയ ഭാഗിക സത്യങ്ങളുണ്ടെന്ന് കണ്ടെത്തി. അതിന്റെ പേരിൽ ആക്ഷൻ വേണമെന്ന് അവർ ആവശ്യപ്പെട്ടു. ആക്ഷൻ ഉണ്ടായില്ല. ഈ കോൺഗ്രസിനകത്ത് ഏത് കാലത്താണ് ഈ കടുത്ത ശിക്ഷാ നടപടികൾ ഉണ്ടായിട്ടുള്ളത്? ഇനി ഉണ്ടായാൽ തന്നെ അത് 1 വർഷം 6 മാസം നീണ്ടു നിൽക്കും. അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അത് ഒരു ഉപതെരഞ്ഞെടുപ്പാണെങ്കിലും ഒരു തദ്ദേശ വാർഡ് വാർഡിലേക്കുള്ള തെരഞ്ഞെടുപ്പായാലും ഈ നേതാക്കളെയൊക്കെ വീണ്ടും അക്കോമഡേറ്റ് ചെയ്യുന്നു. അവര് വീണ്ടും പാർട്ടിയുടെ മെയിൻ സ്ട്രീമിലേക്ക് വരുന്നു. ഇതൊക്കെയല്ലേ സംഭവിക്കുന്നത്? പത്മജിക്ക് മാത്രം നേരിടേണ്ടി വന്ന, അല്ലെങ്കിൽ അവരോട് മാത്രം പ്രത്യേകമായി ചെയ്തൊരു പ്രതികാരമോ അല്ലെങ്കിൽ ശിക്ഷയോ അല്ലെങ്കിൽ അവഗണനയോ ക്രൂരതയോ ഒന്നും അല്ല. ഇത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള കോൺഗ്രസ്സുകാർ എല്ലാ കാലങ്ങളിലും നേരിടുന്ന പ്രശ്നമാണ്. ഈ കോൺഗ്രസ് ഒരു കേഡർ പാർട്ടി അല്ല. ഇതിന്റെ നേതാക്കൾക്ക് സത്യം പറഞ്ഞാൽ ഈ പാർട്ടി പ്രവർത്തകരെ അങ്ങനെ അങ്ങ് ശിക്ഷിക്കാനും തൂക്കിലേറ്റാനൊന്നും പറ്റില്ല. നമ്മൾ ഒരു വശത്ത് കോൺഗ്രസിനെ കുറ്റം പറയുന്നത് എന്താ? പോകുന്നവരെ തിരിച്ചു കൊണ്ടുവരാൻ. ഇപ്പൊ AP അനിൽകുമാർ പോയി, തിരിച്ചു കൊണ്ടുവരാൻ ഒരു നടപടിയില്ല. പ്രശാന്ത് പോയി, പ്രശാന്തിനെ നിലനിർത്താൻ ശ്രമം നടന്നില്ല. KV തോമസിനെ നിലനിർത്താൻ ശ്രമിച്ചില്ല. അങ്ങനെ പോകുന്നവരെ ആരെയും നിലനിർത്താൻ പാർട്ടി നേതാക്കൾ ഇടപെടുന്നില്ല എന്ന് പറയുന്നു. ഇങ്ങനെ ഓരോ നേതാക്കളും പറയുന്നു, അവരെന്നെ തോൽപ്പിച്ചു, അവരെന്നെ കാലുവാരി, അവരെന്നെ വഞ്ചിച്ചു, 30 വെള്ളിക്കാശിനും അല്ലാതെയും എന്നെ ഒറ്റിക്കൊടുത്തു എന്നൊക്കെ പറയുമ്പോൾ അവർക്കെതിരെ എല്ലാം നടപടിയെടുത്ത് പുറത്താക്കാൻ തുടങ്ങിയ കോൺഗ്രസിനകത്ത് ആളുണ്ടാവില്ല. കാരണം എല്ലാ ഘട്ടത്തിലും ഓരോരുത്തർ ഓരോ ഘട്ടത്തിൽ ഇത് ചെയ്തിട്ടുണ്ട്. നമ്മൾ ആലോചിക്കണം, കരുണാകരൻ തൃശ്ശൂർ തോറ്റപ്പോ എന്ത് പറയണം? എങ്ങനെയാണ് കരുണാകരനെ പോലെ ഒരു വലിയ ഒരു എന്താ പറയാ ദാവീദും ഗോലിയാത്തും തമ്മിലുള്ള വ്യത്യാസം ഉണ്ടായിരുന്നു. VV രാഘവനെതിരെ കരുണാകരൻ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ തോറ്റത് ഓർമ്മയുണ്ടോ?
ആരെങ്കിലും വിചാരിച്ചാണോ തോൽവി? കെ കരുണാകരൻ സ്വന്തം തട്ടകമായ തൃശ്ശൂരിന്റെ രാഷ്ട്രീയ കളറിയിൽ വളർന്ന് കേരളം മുഴുവൻ നിറഞ്ഞ് പന്തലിച്ച കെ കരുണാകരൻ തൃശ്ശൂരിൽ തോൽക്കുക. അതേ തെരഞ്ഞെടുപ്പിൽ തേറമ്പൽ രാമകൃഷ്ണൻ എന്ന് പറയുന്ന വക്കീൽ തൃശ്ശൂർ നിയമസഭാ മണ്ഡലത്തിൽ വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കുക. അദ്ദേഹത്തിന്റെ 4/1 ഭൂരിപക്ഷം പോലും അതേ മണ്ഡലത്തിൽ കെ കരുണാകരൻ ഇല്ലാതെ വരിക. എന്നിട്ട് 2000 വോട്ടിന് വി രാഘവൻ എന്ന് പറയുന്ന സാധാരണ ഒരു എന്താ പറയാ അത്രയൊന്നും വലിയ തലപ്പൊക്കം ഇല്ലാത്തൊരു നേതാവിനോട്, വളരെ ശരാശരിക്കാരനായ സാധാരണക്കാരനായ ഒരു നേതാവിനോട് തോറ്റുപോകും. അപ്പൊ അതിനേക്കാൾ വലിയ തോൽവിയൊന്നുമല്ലോ പത്മജിക്ക് ഉണ്ടായത്. തൃശ്ശൂരില് ഞാൻ കാണുന്ന ഒരു കാഴ്ച, ഞാൻ വിലയിരുത്തുന്ന രാഷ്ട്രീയം എന്താന്ന് വെച്ചാൽ, കെ കരുണാകരന്റെ കുടുംബത്തോട്, കെ കരുണാകരൻ എന്ന നേതാവിനോട്, അദ്ദേഹത്തിന്റെ മകളോട് അങ്ങേറ്റം താല്പര്യമുള്ള, അങ്ങേറ്റം വിശ്വസ്തത പുലർത്തുന്ന, സ്നേഹിക്കുന്ന, ആരാധിക്കുന്ന, വല്ലാത്തൊരു വൈകാരികതയുള്ള ഒരു വലിയ വിഭാഗമുണ്ട് കോൺഗ്രസിനകത്ത്. പക്ഷെ കോൺഗ്രസിന് പുറത്ത്, കോൺഗ്രസിന് വോട്ട് ചെയ്യുന്ന ഒരു വലിയ വിഭാഗത്തിനിടയിൽ ആ വൈകാരികത ഇല്ല എന്ന് മാത്രമല്ല, ചില കണക്കുകൾ അവർക്ക് തീർക്കാനുമുണ്ട്. ആ കണക്ക് തീർക്കലാണ് കരുണാകരന്റെ തോൽവിക്ക് കാരണമായതെങ്കിൽ അതേ കണക്കുകളും അതേ എന്താ പറയാ അടിയൊഴുക്കുകൾ പത്മജയ്ക്കെതിരെയും തൃശ്ശൂർ നടക്കുന്നുണ്ട്. ഈ യാഥാർത്ഥ്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ട് വേണം തോൽവിയെ വിലയിരുത്താൻ. നമ്മൾ പുറത്തുള്ള ഈ പറഞ്ഞ മുരളീവന്ദനത്തിൽ പുഷ്പാർച്ചന അർപ്പിക്കുമ്പോൾ കോൺഗ്രസ് നേതാക്കളെല്ലാം ഒരുമിച്ച് നിന്ന് എന്താ പറയാ ആ ദൃശ്യങ്ങളൊക്കെ കാണുന്നുള്ളൂ. പക്ഷെ അതിനപ്പുറത്ത്, അതിന് പുറത്തൊരു ലോകമുണ്ട് തൃശ്ശൂര്. ആ ലോകം എന്ന് പറയുന്നത് പത്മജ വേണുഗോപാലിന് അത്രമേൽ അനുകൂലമായിട്ടുള്ള ഒരു ലോകമല്ല, അത്രമേൽ അനുകൂലമായ ഒരു രാഷ്ട്രീയ ഭൂമികയല്ല. അതാണ് പലപ്പോഴും ചില പ്രതികൂല സാഹചര്യങ്ങളെ മറികടന്ന് വിജയിക്കാൻ പത്മജിക്ക് കഴിയാതെ പോകുന്നു, മറ്റു ചിലർ ആ പ്രതികൂല സാഹചര്യങ്ങളെ മറികടന്ന് വിജയിക്കുന്നു. ഇത് പറയുമ്പോഴേ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പോൾ എ കെ ആന്റണിയുടെ മകൻ കേരള രാഷ്ട്രീയത്തിൽ അത്രത്തോളം സ്വാധീനമോ അത്രത്തോളം പ്രസക്തിയോ ഉള്ള ഒരാളല്ല. പക്ഷേ എ കെ ആന്റണിയുടെ മകൻ BJPയിലേക്ക് പോകുന്നു. ഇപ്പോൾ പത്മജ എടുത്തു കഴിഞ്ഞാൽ കെ മുരളീധരനോളമോ അല്ലെങ്കിൽ ഒരു ജില്ലാതലത്തിലുള്ള ഒരു കോൺഗ്രസ് നേതാവിൻ്റെ പോലും സ്വാധീനം പത്മജ വേണുഗോപാലിന് കേരള രാഷ്ട്രീയത്തിലുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ കെ കരുണാകരൻ്റെ മകൾ BJPയിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ഒരു നറേറ്റീവ്, അല്ലെങ്കിൽ അതാണ് യാഥാർത്ഥ്യം. ഇങ്ങനെയുള്ള യാഥാർത്ഥ്യങ്ങൾ ഉണ്ടാകുമ്പോൾ ഹിന്ദുത്വ രാഷ്ട്രീയം എന്ന് പറയുന്നത് അത്രത്തോളം പ്രശ്നമുള്ളൊരു സംഗതിയല്ല. അവിടേക്ക് പോകുന്നൊരു സ്വാഭാവിക പ്രക്രിയയാണ്, അല്ലെങ്കിൽ അങ്ങോട്ടുള്ള ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്ന അത്ര പ്രയാസമുള്ളൊരു സംഗതിയല്ല എന്നുള്ളൊരു നോർമലൈസേഷൻ പ്രക്രിയ, അത് എത്രത്തോളം അപകടകരമാണ്, അല്ലെങ്കിൽ അതിലേക്കുള്ള ഒരു യാത്രയിലാണോ ഈ എന്താ പറയുക കൂറുമാറ്റങ്ങളൊക്കെ അല്ലെങ്കിൽ ഈ ചേരിമാറ്റങ്ങളൊക്കെ സംഭവിക്കുന്നത്? വളരെ പ്രസക്തമായിട്ടുള്ളൊരു കാര്യമാണ് താങ്കൾ ചോദിച്ചത്. ഒരുപക്ഷെ വളരെ ഗൗരവമായിട്ട് ചർച്ചയ്ക്ക് വിഷയീഭവിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. നമുക്കറിയാം, കേരളത്തിലൊഴിച്ച് ബാക്കി ഒരിടത്തും BJP അങ്ങനെ വെറുക്കപ്പെടേണ്ട ഒരു പാർട്ടിയായിട്ട് ആരും കാണുന്നില്ല. അവിടെ എന്ന് പറഞ്ഞാൽ കോൺഗ്രസും BJPയും തമ്മിൽ നേരിട്ട് ഏറ്റുമുട്ടുന്ന ഹിന്ദി ഹൃദയഭൂമിയില്, അല്ലെങ്കിൽ കർണാടകത്തില്, മഹാരാഷ്ട്രയില്, ഒഡീഷയില്, തെലുങ്കാനയില്, ആന്ധ്രയില്, അങ്ങനെ ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്തും BJPയിലേക്ക് കോൺഗ്രസ് പോകുന്നതോ കോൺഗ്രസിലേക്ക് BJP നേതാക്കൾ വരുന്നതോ അത്ര വലിയൊരു സംഭവമായിട്ട് ആരും കാണുന്നില്ല. അതൊരു നോർമൽ പ്രക്രിയയാണ്, വളരെ സാധാരണമായിട്ടുള്ള ഇടയ്ക്കിടയ്ക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വലിയ നേതാക്കളും ചെറിയ നേതാക്കളും സൗകര്യം പോലെ ഒരു സീറ്റ് കിട്ടുമ്പോഴും കിട്ടാതെ വരുമ്പോഴും ഒക്കെ എന്തെങ്കിലും രീതിയിലുള്ള ഒരു അതൃപ്തിയോ അസംതൃപ്തിയോ അസ്വസ്ഥതയോ ഉണ്ടായാൽ ഉടനെ അവിടെ ചെന്ന് ചേക്കേറുന്ന ചില്ലയാണത്. അവിടെ ആരും അതൊരു വലിയ കാര്യമായിട്ടും കാണുന്നില്ല. കമൽനാഥ് BJP പോയാൽ പോലും അതൊരു അത്ഭുതമായിട്ട് ആരും കാണുന്നില്ല. കമൽനാഥിന് ഈ പാർട്ടിയിൽ സാധ്യതകൾ മങ്ങിയാൽ അവർ നേരെ അപ്പുറത്തേക്ക് പോകും, നേരെ തിരിച്ചും. നമ്മുടെ ഇയാൾ പോയത് ജ്യോതിരാദിത്യ സിന്ധ്യ BJPയിലേക്ക് പോയി. അവിടെ നാച്ചുറൽ ചോയ്സ് ആണ് BJP. കോൺഗ്രസ്സുകാർക്ക്, BJPക്കാർക്ക് തിരിച്ചും കോൺഗ്രസ് എന്ന് പറയുന്നത് നാച്ചുറൽ ചോയ്സാ, നോ അതർ ഓൾട്ടർനേറ്റീവ്. പക്ഷെ കേരളത്തിൽ നമ്മൾ കുറെ കാലമായിട്ട് BJP എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സംഘപരിവാർ എന്ന് പറയുന്നത് മലയാളിയുടെ മനസ്സിൽ ഒരു വർഗീയ സംഘടന, അല്ലെങ്കിൽ ആ പാർട്ടിയിലേക്ക് പോകുന്നത്, അതിനോട് ചേർന്ന് നിൽക്കുന്നത്, ഒരു സംഘിയാകുക എന്ന് പറയുന്നത് കേരളത്തിൽ ഒരു രണ്ടാം തരം ഏർപ്പാടായിട്ട് ഒരു കോൺഗ്രസ്സുകാരന് അവസാനം, അല്ലെങ്കിൽ ഒരു CPM കാരന് ആലോചിക്കാൻ പോലും പറ്റാത്ത കാര്യം. അതിൽ ചെന്ന് എത്തിച്ചേർന്നാൽ അതിലപ്പുറം ഒരു അധപ്പതനം ഉണ്ടാകാനില്ല എന്നുള്ളൊരു നരേറ്റീവ് നമ്മൾ ഇവിടെ എങ്ങനെയൊക്കെയോ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇന്ത്യ ഭരിക്കുന്ന ഒരു കക്ഷിയുടെ കാര്യത്തിലാണെന്ന് ആലോചിക്കണം. അവരും ഈ പറഞ്ഞ പോലെ, ഈ പറഞ്ഞ പാർട്ടികൾക്ക് ഉള്ളതുപോലെ ഉള്ള പ്രശ്നങ്ങളൊക്കെ അവർക്കും ഉണ്ട്. പക്ഷെ കേരളത്തിൽ കുറെ കാലമായിട്ട് നമ്മൾ രൂപപ്പെടുത്തിയെടുത്തൊരു സാധനമുണ്ട്. അതാണ് പതുക്കെ പതുക്കെ പൊളിഞ്ഞു പോകുന്നത്. BJPക്ക് എടുത്തുയർത്തിപ്പിടിക്കാൻ
ദേശീയ തലത്തിൽ മുഴുവൻ വലിയ നേട്ടങ്ങൾ കൊയ്തെടുക്കുമ്പോഴും കേരളത്തിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാതിരിക്കുന്ന ഈ ദേശീയ പാർട്ടിക്ക് ഇനി ഉയർത്തിപ്പിടിക്കാനുള്ള വിഗ്രഹങ്ങളാണ്, അല്ലെങ്കിൽ അവർക്ക് പ്രതീകങ്ങളാണ്. ഒരു ഐത്തവും ഞങ്ങൾക്കില്ല. ഞങ്ങളുടെ കൂടെ വരാൻ AK ആന്റണിയുടെ മകൻ അനിൽ ആന്റണി ഇതാ വന്നിരിക്കുന്നു. ഇപ്പോഴിതാ ഏറ്റവും ഒടുവിൽ സാക്ഷാൽ K കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാൽ വന്നിരിക്കുന്നു. ഇനി ആരാണ് ഞങ്ങള് ഈ പാർട്ടി കേരളത്തില് ഈ പാർട്ടിക്ക് ഐത്തമുണ്ട്, അല്ലെങ്കിൽ ഈ പാർട്ടിക്ക് എന്താ പറയാ സ്വീകാര്യതയില്ല, ജനകീയതയില്ല എന്ന് പറഞ്ഞാൽ അത് അതിലേക്കുള്ള BJPക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ആയുധങ്ങളാണ് ഈ AK ആന്റണിയുടെ മകനും പത്മജ വേണുഗോപാലും ഒക്കെ. BJP ആഗ്രഹിക്കുന്ന അതാണ്. ഇതിന് BJP ഇമ്മീഡിയറ്റ് റിസൾട്ടിന് അപ്പുറത്ത് വളരെ ലോങ് ടൈം ആയിട്ടുള്ള റിസൾട്ട്, ദൂരവ്യാപക ഫലങ്ങളാണ് അവർ പ്രതീക്ഷിക്കുന്നത്. BJPക്ക് അങ്ങനെ കാത്തിരിക്കാൻ വിഷമമില്ലല്ലോ. അവർ ക്ഷമാപൂർവ്വം കാത്തിരുന്നാണ് ഇന്ത്യയുടെ ഭരണം പിടിച്ചെടുത്തത്. അതുപോലെ കേരളത്തിന്റെ ഭരണം പിടിച്ചെടുക്കാൻ ഒരു പതിറ്റാണ്ട് കൂടി കാത്തിരിക്കാൻ അവർക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. അവർ വളരെ വളരെ പയ്യെ സാവധാനത്തിൽ അവരൊരു വല നെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ വല നെയ്ത് ആ വലയ്ക്കകത്ത് ഓരോരോ ഇരകളെയായിട്ട് പിടിച്ച് ഒടുവിൽ ആ വലയ്ക്കകത്ത് അവർ കേരളത്തെ അകപ്പെടുത്തും. അത് അറിഞ്ഞോ അറിയാതെയോ കോൺഗ്രസിൽ നിന്നൊരു നേതാവ് BJPയിലേക്ക് പോകുമ്പോൾ അത് ആഘോഷിക്കുകയും കോൺഗ്രസ് തന്നെ അങ്ങനെയാണ്, ഇവർക്ക് വോട്ട് ചെയ്താൽ ഒരു ഉറപ്പുമില്ല എന്ന് എന്താ പറയാ ആഘോഷിച്ച് കോൺഗ്രസിനെ തളർത്തുമ്പോ, കോൺഗ്രസിനെ പ്രതിരോധിക്കുമ്പോ ഇപ്പോഴത്തെ താൽക്കാലിക നേട്ടത്തിന് വേണ്ടി കോൺഗ്രസിന്റെ തകർച്ചയ്ക്ക് ഇതൊരായുധമാക്കി രാഗി മിനിക്ക് CPM-ഉം ഇടതുപക്ഷവും ഉപയോഗിക്കുമ്പോൾ അവരറിഞ്ഞോ അറിയാതെയോ BJPയുടെ അജണ്ടയെ സഹായിക്കുകയാണ്. അത് തന്നെയാണ് ശ്രീ ജോർജ് പൊടി പറഞ്ഞ അവസാനം ചോദിക്കാനിരുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴൊരു നറേറ്റീവ് അങ്ങനെയാണ്. അതായത് കേരളത്തിൽ ഇപ്പോൾ കോൺഗ്രസിന് വോട്ട് ചെയ്തിട്ട് എന്താ കാര്യം, കോൺഗ്രസ്സുകാർ എപ്പോഴാണ് BJPയിലേക്ക് പോവുക എന്നറിയില്ല എന്ന്, അത് വടക്കേ ഇന്ത്യയിലെ നേതാക്കളുടെ ചേരിമാറ്റം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് CPM-ഉം ഇടതു പാർട്ടികളും നേരത്തെ മുതൽ തന്നെ നടത്തുന്നുണ്ട്. ആ പ്രചാരണത്തിന് കുറെ കൂടെ ആക്കം കൂട്ടുകയാണ് ഇപ്പോൾ അനിൽ ആൻ്റണി ആണെങ്കിലും ഇപ്പോൾ പത്മജ വേണുഗോപാലാണെങ്കിലും ഒക്കെ ചെയ്യുന്നത്. ആ പ്രചരണം അവരിപ്പോൾ തന്നെ തുടങ്ങിയിട്ടുമുണ്ട്. പക്ഷേ ആ പ്രചരണം ഒരു രാഷ്ട്രീയ അപകടമാണ്, അല്ലെങ്കിൽ അതൊരു രാഷ്ട്രീയ വിനയാണ്, സ്വയം ചെയ്യുന്ന വിനയാണ് എന്നുള്ളൊരു തോന്നൽ CPM-ന് ഉണ്ടാകേണ്ടതല്ലേ? കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതാ BJP ഒരു പ്രസക്തമായ പാർട്ടിയായി മാറിയിരിക്കുന്നു. അവിടേക്ക് ഇതാ കോൺഗ്രസ് നേതാക്കൾ എത്തിച്ചേരുകയാണെങ്കിൽ കോൺഗ്രസിൽ നിന്ന് ആളുകൾ അങ്ങോട്ട് ഒഴുകുകയാണ് എന്നൊരു പ്രതീതി സൃഷ്ടിക്കുന്നത് ഒരു രാഷ്ട്രീയ വിനയാണ് എന്ന തിരിച്ചറിവ് CPM-നും ഇടതു പാർട്ടികൾക്കും ഒക്കെ ഉണ്ടാകേണ്ടതല്ലേ? അവിടെയാണ് പ്രശ്നം കിടക്കുന്നത്. നമ്മളിപ്പോ ഇവിടുത്തെ കേരളത്തിൽ ഞങ്ങളുടെ ആളുകൾ ആരും BJP പോകുന്നില്ല, ഞങ്ങൾ വളരെ സ്ട്രോങ് ആണ് എന്ന് പറഞ്ഞ് നിൽക്കാം. സത്യമാണ്. ഇവിടുന്ന് CPM-ല് പാർട്ടി പ്രവർത്തകർ ചിലപ്പോൾ രാജിവെക്കുന്നുണ്ട്. പ്രാദേശികമായിട്ട് പലരും BJP ചേരുന്നുണ്ട്. പ്രാദേശികമായിട്ട് CIT യൂണിയനിൽപ്പെട്ട യൂണിയനുകൾ, അപ്പാടെ ചുമട്ടുതൊഴിലാളി യൂണിയനുകൾ അപ്പാടെ BMS ആയി മാറുന്നുണ്ട്. ഇതൊക്കെ നടക്കുന്നുണ്ടെങ്കിലും വലിയ നേതാക്കൾ നമുക്ക് എടുത്തു പറയാവുന്ന പേരുകൾ അങ്ങനെ ചൂണ്ടിക്കാണിക്കാനില്ല. നേരെ മറിച്ച് കോൺഗ്രസിൽ നിന്ന് CPM-ലേക്കും BJPയിലേക്കും വലിയ നേതാക്കൾ കുറച്ചു കാലമായിട്ട് അങ്ങനെ വലിയ നേതാക്കൾ BJPയിലേക്ക് പോയിരുന്നില്ല. KV തോമസ് പോയി, AP അനിൽകുമാർ പോയി, പ്രശാന്ത് പോയി, അങ്ങനെ കുറെ പേരൊക്കെ CPM-ൽ പോയി. അവർക്കൊക്കെ വലിയ പദവികളും കൊടുത്തു. കോൺഗ്രസിൽ നിൽക്കുന്നിടത്തോളം കാലം കൊള്ളരുതാത്തവരും കോൺഗ്രസ് വിട്ട് CPM-ലേക്ക് വന്നാൽ മാലാഖമാരും വിശിഖമാരും എന്താ പുണ്യാളന്മാരും ആകുന്ന ഒരു അവസ്ഥ നമ്മൾ തുടർച്ചയായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നു ഉണ്ട്. മലപ്പുറത്ത് സ്വന്തം സ്ഥാനാർത്ഥികളെ ഒരിക്കലും CPM നിർത്താറുമില്ല. മിക്കവാറും വല്ല സാധ്യതയുണ്ടെങ്കിൽ ഇങ്ങനെ വരുന്ന ദേശാടന പക്ഷികളെ അല്ലെങ്കിൽ വിരുന്ന് വരുന്ന ഇത്തരം കക്ഷികളെ മാമുദീസ മുക്കിയാണ് അവർ മത്സരിപ്പിക്കുന്നത്. അതുപോട്ടെ, അതൊക്കെ രാഷ്ട്രീയമാണ്. രാഷ്ട്രീയം എന്ന് പറയുന്ന അവസരങ്ങളുടെ ഒരു കലയാണ്. ആ കല ഏറ്റവും നന്നായി ചെയ്യുന്നവരാരോ അവരാണ് മിടുക്കന്മാർ. അതൊക്കെ നമുക്ക് അംഗീകരിക്കാം. പക്ഷെ എങ്കിൽ പോലും ഇവിടെ CPM ഓർക്കാതെ പോകുന്ന ഒരു കാഴ്ചയുണ്ട്. ത്രിപുരയും ബംഗാളും അവരുടെ മുമ്പിൽ ചൂണ്ടുപലകകളായിട്ടുണ്ട്. ചരിത്രത്തിന്റെ ഒന്നാം തരം എന്താ പറയാ താക്കീതുകളായിട്ട് അവരുടെ മുമ്പിലുണ്ട്. ഇന്ന് ബംഗാളിൽ 35 വർഷം CPM അടക്കി ഭരിച്ച ബംഗാളിൽ ഇന്ന് CPM-ന്റെ സ്ഥാനം എത്രാമതാ? തൃണമൂലിനും BJPക്കും കോൺഗ്രസിനും താഴെയാണ് CPM നിൽക്കുന്നത്. അവിടെയൊക്കെ ത്രിപുരയിലൊക്കെ പാർട്ടി ഘടക അപ്പാടെ തന്നെ BJP ആയി മാറിപ്പോയി. അപ്പൊ ഇത് ഈ BJPയുടെ ഈ അശ്വമേധത്തിന്റെ അല്ലെങ്കിൽ BJPയുടെ ഈ അധീശത്വത്തിന്റെ ഇരകളായിട്ട് നോക്കുകയാണെങ്കിൽ കോൺഗ്രസിനേക്കാൾ കൂടുതൽ, കോൺഗ്രസിന് ഇപ്പോഴും 3-4 സംസ്ഥാനങ്ങളിലൊക്കെ അവർ ഒന്നും അല്ലെങ്കിൽ തിരിച്ചു വരുന്നുണ്ട് പോകുന്നിടത്ത് പലയിടത്തും. രാജസ്ഥാനിലും മധ്യപ്രദേശിലും ഇപ്പൊ ഭരണം പോയെങ്കിലും അവര് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണ ജയിച്ചു. ഹിമാചൽ പ്രദേശിൽ തോറ്റു, വീണ്ടും ജയിച്ചു. കർണാടക നഷ്ടപ്പെട്ടു, തിരിച്ചു പിടിച്ചു. തെലങ്കാന പിടിച്ചു. അങ്ങനെ അവർ തിരിച്ചു പിടിക്കുന്നുണ്ട്.
CPM-ന് നഷ്ടപ്പെട്ടത് എവിടെയാണ് തിരിച്ചു പിടിക്കാനുള്ളത്? വിദൂര സാധ്യതയെങ്കിലും നമ്മൾ കാണുന്നത്. ത്രിപുരയിൽ വല്ല സാധ്യതയുണ്ടോ? ബംഗാളിൽ വല്ല സാധ്യതയുണ്ടോ? കേരളം മാത്രമാണ് ഒരു തുരുത്തായിട്ട് അവശേഷിക്കുന്നത്. അപ്പൊ ആ കേരളം നിലനിർത്താൻ വേണ്ടി മറ്റെല്ലാ ലോങ് ടൈം താല്പര്യങ്ങളും, ദേശീയ താല്പര്യങ്ങളും, വിശാലമായ രാഷ്ട്രീയ കാഴ്ചപ്പാടുകളും, പ്രത്യയശാസ്ത്രപരമായ പ്രതിബദ്ധതകളും എല്ലാം മറന്നിട്ട് കോൺഗ്രസിനുണ്ടാകുന്ന ഓരോ വീഴ്ചയും ഭയങ്കരമായിട്ട് ആഘോഷിച്ച് കോൺഗ്രസ് അപ്പാടെ മുടിയുന്നു, അല്ലെങ്കിൽ കോൺഗ്രസ് അതോടുകൂടി പടലം വീഴുന്നു, നശിക്കുന്നു അന്നൊരു നരേറ്റീവ് ഉണ്ടാക്കി ആ നേട്ടം കൊയ്യാൻ, അതൊരു രാഷ്ട്രീയ നേട്ടമാക്കി കൊയ്യാൻ കോൺഗ്രസിനോട് കൂടെ ചേർന്ന് നിൽക്കുന്ന പാർട്ടികളെ അപ്പാടെ അടർത്തിയെടുത്ത് അവരുമായിട്ട് ഒരു നിലയ്ക്കും പ്രത്യയശാസ്ത്രപരമായിട്ട് പൊരുത്തപ്പെടാൻ പറ്റില്ലെങ്കിൽ പോലും ആ കോൺഗ്രസിനെ ദുർബലമാക്കാൻ അത്തരം പാർട്ടികളെ അടർത്തിയെടുത്ത് കേരളത്തിലെ രാഷ്ട്രീയം കളിക്കുന്ന CPM അല്ലെങ്കിൽ ഇടതുപക്ഷം ലോങ് ടൈമിൽ ഒരുപക്ഷെ കോൺഗ്രസിന്റെ പതനം, കേരളത്തിലെ പ്രതിപക്ഷത്തെ ഒന്നാമത്തെ പ്രതിപക്ഷമായിട്ട് UDF-ന്റെ സ്ഥാനത്ത് BJP-യെ സൃഷ്ടിച്ചെടുക്കുന്ന രീതിയിലുള്ള ഒരു രാഷ്ട്രീയ മണ്ടത്തരമായി മാറാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാനേ പറ്റും. അവസാനം ഒരു ഒറ്റ കാര്യം കൂടി. ഇപ്പോൾ പത്മജ വേണുഗോപാൽ തൃശ്ശൂർ 2 തവണ മത്സരിച്ചിട്ടുണ്ട്. തൃശ്ശൂർ നിയമസഭാ മണ്ഡലത്തിൽ ആദ്യത്തെ തവണത്തെ പരാജയത്തിന് ശേഷം അവരുടെ താഴെത്തട്ടിൽ ബന്ധങ്ങളുണ്ടാക്കിയിട്ടുണ്ട്. 5 വർഷം പ്രയത്നിച്ചതിന് ശേഷമാണ് അവർ 2021 വീണ്ടും മത്സരിക്കുന്നത്. അപ്പോൾ ഒരു ചെറിയ തോതിലുള്ള ബന്ധം തൃശ്ശൂരിലെ പാർട്ടി പ്രവർത്തകരുമായിട്ടും അവിടുത്തെ ജനങ്ങളുമായിട്ടും ഒക്കെ പത്മജ വേണുഗോപാലിനുണ്ട് എന്നുള്ളത് നമ്മൾ അംഗീകരിച്ചേ മതിയാവൂ. ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്ത് വരികയാണ്. തൃശ്ശൂരാണെങ്കിൽ ഒരു വലിയ മത്സരം ഉണ്ടാകും എന്നുള്ള ഛായ സൃഷ്ടിക്കപ്പെട്ടിട്ടുമുണ്ട്. അങ്ങനെ ഒരു ഘട്ടത്തിൽ തൃശ്ശൂരിൽ ഇത് പത്മജയുടെ മാറ്റം, തൃശ്ശൂർ മണ്ഡലത്തിൽ പത്മജയുടെ മാറ്റം വലിയ ആഘാതമുണ്ടാക്കുമോ കോൺഗ്രസിന്? ഞാനത് 2 സാധ്യതകളാണ് കാണുന്നത്. ആദ്യത്തെ സാധ്യത പത്മജയെ പോലെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂർ നിയമസഭാ മണ്ഡലത്തിൽ കഴിഞ്ഞ തവണയും അതിന് മുമ്പത്തെ തവണയും വലിയ പോരാളിയായിട്ട് സാക്ഷാൽ സുരേഷ് ഗോപിക്കെതിരെ പോലും മത്സരിച്ച പത്മജ വേണുഗോപാൽ സുരേഷ് ഗോപിയുടെ പാർട്ടിക്കാരിയായി മാറുമ്പോൾ സുരേഷ് ഗോപിക്ക് വേണ്ടി അവർ പ്രചരണ രംഗത്തേക്ക് വരികയും പ്രചരണത്തിന്റെ നേതൃത്വം അല്ലെങ്കിൽ സുരേഷ് ഗോപിക്ക് ഒപ്പം പ്രചരണ രംഗത്ത് ഇറങ്ങുകയും ചെയ്താൽ അതിന്റെ ആ ഒരു പൊളിറ്റിക്കൽ ഗെയിൻ എന്ന് പറയുന്നത്, പൊളിറ്റിക്കൽ അഡ്വാൻറ്റേജ് അത് സൃഷ്ടിക്കുന്ന ഒരു പൊളിറ്റിക്കൽ മൈലേജ് സുരേഷ് ഗോപിക്ക് അഡ്വാൻറ്റേജ് ആണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അതിന്റെ ഒരു ഇമ്പാക്ട് എത്ര വോട്ട് എന്നുള്ളതല്ല, അത് ജനങ്ങളിൽ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ അത് സൃഷ്ടിക്കുന്ന ആ ഒരു പരിവേഷമുണ്ട്. അവര് പോലും ഞങ്ങളോടൊപ്പം വന്നിരിക്കുന്നു. കരുണാകരന്റെ മകൾ പോലും തൃശ്ശൂരില് സുരേഷ് ഗോപിക്ക് വേണ്ടി പ്രചരണം നടത്തുക എന്ന് പറയുമ്പോൾ അത് സൃഷ്ടിക്കുന്ന ഒരു സംഗതിയുണ്ട്. അത് ചെറുതല്ല. അവരുടെ കൂടെ എത്രത്തോളം കോൺഗ്രസ്സുകാർ വോട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കോൺഗ്രസിന് വോട്ട് ചെയ്തിരുന്ന എന്തോരം പേര് പത്മജ BJP-യിലേക്ക് പോയതുകൊണ്ട് മാത്രം തിരിച്ചു വോട്ട് ചെയ്യും എന്നുള്ള ചോദ്യത്തിന് നമ്മുടെ കയ്യിൽ കോൺക്രീറ്റ് ആയിട്ടുള്ള ഒരു കണക്കുമില്ല. ഞാൻ വിചാരിക്കാൻ അധികം പേരൊന്നും ഉണ്ടാവില്ല. സത്യത്തിൽ അവർക്ക് അങ്ങനെ അണികളെ അടർത്തിയെടുത്ത് കൊണ്ടുപോകാൻ മാത്രമുള്ള ഒരു ആത്മബന്ധമൊന്നും തൃശ്ശൂരിലെ കോൺഗ്രസ്സുകാർക്ക് പലർക്കും പത്മജയായിട്ട് ഇല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അവർ കോൺഗ്രസിലായിരിക്കുന്നിടത്തോളം കാലം, കോൺഗ്രസ് നേതാവായ കരുണാകരന്റെ മകളായിരിക്കുന്നിടത്തോളം കാലം, ആ മകൾ കോൺഗ്രസ്സുകാരി ആയിരിക്കുന്നിടത്തോളം കാലം ആ ഒരു വൈകാരികതയുണ്ടാവും. അത് വിട്ടവർ BJP-യിലേക്ക് പോയി കഴിഞ്ഞാൽ ആ ഒരു വൈകാരികത കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തുനിന്നോ കോൺഗ്രസിന് വോട്ട് ചെയ്തിരുന്നവരുടെ ഭാഗത്തുനിന്നോ ഉണ്ടാകും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ അതിനൊരു മറുവശമുള്ളത്, കോൺഗ്രസിന് ഒരു പക്ഷേ ഇതൊരു ഇപ്പോ തൃശ്ശൂർ സംഭവിച്ചിരിക്കുന്ന ഒരു പ്രശ്നം എന്താന്ന് വെച്ചാൽ, പ്രതാപൻ ഇപ്പോഴും ഒരു വലിയ ഒരു എന്താ പറയാ ഒരു ഓളമായി മാറുന്നില്ല. സുരേഷ് ഗോപി സൃഷ്ടിക്കുന്ന ഒരു ഓളം, സുനിൽകുമാർ സൃഷ്ടിക്കുന്ന ഒരു ഓളത്തിലേക്ക് ഉയരാൻ ഒന്നാമത് സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇതുവരെ വന്നിട്ടില്ല. പിന്നെ അദ്ദേഹം നിലവിലെ MP, ചില നെഗറ്റീവ്സ് ഉണ്ട്, പല കാര്യങ്ങളും പോസിറ്റീവ്സ് ഉണ്ട്. ഒപ്പം തന്നെ ഒരു സിറ്റിംഗ് MP-ക്ക് ഉണ്ടാകാവുന്ന നെഗറ്റീവ് ഘടകങ്ങളും അദ്ദേഹത്തിനുണ്ട്. പക്ഷെ ഇപ്പൊ ഈ ഒരു ആഘാതം ചില സമയത്ത് ഒരു കുത്ത് കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ മർമ്മത്തില് അല്ലെങ്കിൽ ഒരടി കിട്ടിക്കഴിഞ്ഞാൽ അതുവരെയില്ലാത്ത ഒരു ആവേശവും അതുവരെയില്ലാത്ത ഒരു പ്രതികാര ദാഹവും അതുവരെയില്ലാത്ത ആ ഒരു എന്താ പറയാ സമസ്ത കോശങ്ങളും വിജൃംഭിച്ച് ഒരു വലിയ പോരാട്ടത്തിലേക്ക് കോൺഗ്രസ്സുകാരറിയാതെ ഇങ്ങനെ പിന്നിൽ നിന്ന് കുത്തി ഞങ്ങളെ തൊലയ്ക്കാനാണ് നോക്കുന്നതെങ്കിൽ അതൊന്ന് കണ്ടിട്ടേ ഉള്ളൂ. പത്മജ വിചാരിച്ചാൽ തൃശ്ശൂരിലെ കോൺഗ്രസിനെ ഇല്ലാതാക്കാൻ പറ്റൂന്നാണ് വിചാരിക്കുന്നതെങ്കിൽ, BJP വിചാരിക്കുന്നതെങ്കിൽ അതൊന്ന് കാണിച്ചു തന്നിട്ടേ ഉള്ളൂ എന്നൊരു വാശിയും വൈരാഗ്യവും അതിനനുസരിച്ചുള്ള ഒരു എന്താ പറയാ
ഇതിനു മുമ്പ് കാണാത്തൊരു പ്രചണ്ഡമായ പ്രചരണത്തിലേക്കും കോൺഗ്രസ് ഉയർത്തെഴുന്നേറ്റാൽ, കോൺഗ്രസ് പ്രവർത്തകരുടെ വികാരങ്ങൾ വിജൃംഭിച്ച് അവർ ആ രീതിയിൽ വൈകാരികമായി പ്രതികരിച്ചാൽ ഒരുപക്ഷെ ഈ ആഘാതം അവർക്ക് അനുഗ്രഹമായി മാറിക്കൂടുന്നുമില്ല. ആയിട്ട് വളരെയധികം നന്ദി ശ്രീ ജോർജ് പടിപ്പറ ഇതേക്കുറിച്ച് സംസാരിച്ചതിന്. പത്മജ വേണുഗോപാൽ BJPയിൽ ചേരുമ്പോൾ അതെന്ത് ആഘാതമാണ് ഉണ്ടാക്കുക എന്നാണ് ഇൻസൈറ്റ് പരിശോധിച്ചത്. വ്യക്തിപരമായി ഒരു നേതാവ് എന്നുള്ള നിലയിലുള്ള വലിയ സ്വാധീനമൊന്നും പത്മജ വേണുഗോപാലിന് കോൺഗ്രസ്സിലോ കേരള രാഷ്ട്രീയത്തിലോ ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെ അത്ര വലിയ ആഘാതമൊന്നും കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കാൻ പത്മജ വേണുഗോപാലിൻ്റെ BJP പ്രവേശം കൊണ്ട് സാധ്യമല്ല. പക്ഷേ കരുണാകരൻ്റെ മകൾ എന്ന വിശേഷണം അല്ലെങ്കിൽ എന്ന യാഥാർത്ഥ്യം അത് BJP എങ്ങനെ ഉപയോഗിക്കും എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടതാണ്. ഒപ്പം CPM ഇതിനെ ഉപയോഗിക്കാൻ പോകുന്നത് BJPക്ക് ഏത് വിധത്തിലാണ് ഗുണകരമാവുക എന്നുള്ളതും കാത്തിരുന്ന് കാണേണ്ടതാണ്. ഇൻസൈറ്റിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാകുന്നു. മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം.